നിസ്കരിക്കുന്നവനാണോ നൃത്തത്തിലേക്ക് മടങ്ങണം, മടങ്ങിയിട്ട് അവൻ ആ കർമ്മം പൂർത്തിയാക്കണം. റുകൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. റുകൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു, എങ്കിലും അതിന്റെ സന്ദർഭത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി കീർത്തനം അവൻ സ്വീകരിക്കട്ടെ, ഇതാണ് അതിന്റെ അർത്ഥം. ഇഴ്തിദാലിലെത്തിയ ശേഷം അഥവാ നേരെ നിവർന്നു നിന്നതിന് ശേഷം അവൻ ചൊല്ലേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. ഞങ്ങളുടെ നാഥ, ആകാശഭൂമികൾ നിറയെയും അവ രണ്ടിനു ശേഷം നീ ഉദ്ദേശിച്ചതെല്ലാം നിറയെയും ഉള്ള സർവസ്തുതിയും നിനക്കാകുന്നു. ഇതാണ് അവൻ പ്രത്യേകം പറയേണ്ടത്. ആകാശഭൂമികളും അതിനുശേഷം അള്ളാഹു ഉദ്ദേശിച്ച ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ നിറയും വമിൽ അമാ ശിഅത, എല്ലാത്തിലുമുള്ള സ്തുതികളും നിനക്കാണ് പടച്ച തമ്പുരാനെ. അങ്ങനെ ഇഴ്തിദാലിനൊരു പ്രത്യേകത ഉണ്ട്. ഇഴ്തിദാൽ കസീറായ ഫർദാണ്, ലഘുവായ ഫർദ്, ദീർഘമില്ലാത്ത. ഒരിക്കലും ഇഴ്തിദാൽ അമിതമായി ദീർഘിപ്പിക്കാൻ പാടില്ല. ഇഴ്തിദാലിൽ അധിക സമയം നിൽക്കാൻ പാടില്ല. ഇഴ്തിദാൽ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതാണ് നിസ്കാരത്തിന്റെ 6ാമത്തെ ഫർദ് ഇഴ്തിദാൽ, ചെറിയായ ഒരു ഫർദ്. 7ാമത്തെ ഫർദ് 2 സുജൂദ് ചെയ്യലാണ്. 2 സുജൂദ് ചെയ്യൽ. എല്ലാ റക്അത്തിലും 2 സുജൂദ് വേണം. ഒരു സുജൂദ് പോരാ, 2 സുജൂദ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? ഈ സുജൂദ് ചെയ്യേണ്ട രൂപം, സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെ വിശദമായി പഠിക്കണം. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അടിമ സാഷ്ടാംഗം നമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സുജൂദാണ്. നിസ്കാരത്തിന് നമ്മൾ സുജൂദ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? നിസ്കരിക്കുന്നവൻ ചുവന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരാൾ ചുമന്ന വസ്തു, ഉദാഹരണമായി തൊപ്പിത, ഇവൻ ചുമന്ന ഈ വസ്തുവിന്മേൽ സുജൂദ് ചെയ്താൽ ശരിയാവില്ല. അപ്പൊ എന്ത് വേണം? നിസ്കരിക്കുന്നവൻ ചുമന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്യരുത്. ഉദാഹരണം തലപ്പാവ്. അതുപോലെ തന്നെ ചുമക്കപ്പെട്ടത് എന്നതിൽ അവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്നതിന്മേലും സുജൂദ് ചെയ്യരുത്. അപ്പൊ അവന്റെ അനക്കം കൊണ്ട് അടങ്ങുന്ന എന്തെങ്കിലും സാധനം ഇപ്പോൾ കെട്ടിയിട്ടുണ്ട്, അവന്റെ അനക്കം കൊണ്ട് അനങ്ങും, അങ്ങനെയുള്ള സാധനത്തിന്മേലും അവന് സുജൂദ് ചെയ്യാൻ പാടില്ല. ഉദാഹരണമായി തലപ്പാവിന്റെ തെല്ല്, അവൻ അനക്കിയാൽ തലപ്പാവിന്റെ തെല്ല് അനങ്ങും, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അവന്റെ ചലനം കൊണ്ട് അത് ചലിക്കും എന്നതാണ് കാരണം. താൻ ചുമന്ന വസ്തുവിൽ തന്റെ ചലനം കൊണ്ട് അനങ്ങാത്ത ഭാഗത്ത് സുജൂദ് ചെയ്യാം. ഇപ്പൊ ഒരാൾ ചുമന്ന വസ്തു, വലിയൊരു നീണ്ട തലപ്പാവ, ഇവൻ തല അനക്കിയാൽ അത് അനങ്ങില്ല, അതിന്റെ തലക്കൽ വേണമെങ്കിൽ അവന് സുജൂദ് ചെയ്യാം. നീണ്ട മുണ്ടിന്റെ അറ്റം ഉദാഹരണം. തന്റെ ചലനം മൂലം ചലിക്കുന്ന കട്ടിലും മറ്റും സുജൂദ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു കട്ടിലിന്മേൽ നിസ്കരിക്കുന്നു, നമ്മൾ ചലിച്ചാൽ കട്ടിൽ ചലിക്കും, എന്നാലും അതിന്മേൽ സുജൂദ് ചെയ്യാം, കുഴപ്പമില്ല. തലപ്പാവിന്റെ തെല്ല് അതുപോലെയല്ല. നെറ്റിയുടെ അല്പഭാഗം നഗ്നമായ നിലയിൽ സുജൂദിന്റെ സ്ഥാനത്തോട് ചേരണം. അതാണ് സുജൂദിലെ പ്രധാന നിബന്ധന. തലയുടെ ഭാരം സുജൂദിന്റെ സ്ഥാനത്ത് എത്തുകയും ചന്തിഭാഗം തലയേക്കാൾ ഉയർന്നിരിക്കുകയും വേണം. അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ എപ്പോഴും ഉയർന്നിരിക്കണം. അത് വളരെ പ്രധാനമാണ്. സുജൂദിൽ 7 സ്ഥലങ്ങളാണ് ഭൂമിയിൽ വെക്കേണ്ടത്. 7 സ്ഥലങ്ങൾ നിലത്ത് വെച്ചിരിക്കണം. നഗ്നമായ നെറ്റി, 2 കാൽമുട്ടുകൾ, 2 കൈകളുടെ ഉൾഭാഗം അഥവാ ഉള്ളം കൈ, 2 കാൽവിരലുകളുടെ പള്ളഭാഗം. കാലിന്റെ വിരലിന്റെ ഇത് കൈ, കാലാണെന്ന് സങ്കല്പിക്കുക, കാലിന്റെ വിരലിന്റെ പള്ളഭാഗം, ഈ പള്ളഭാഗം ഇങ്ങനെ കുത്തിയിട്ട് കാൽവിരലുകളുടെ പള്ളഭാഗം. അപ്പൊ 2 കാൽവിരലുകളുടെ പള്ളഭാഗം, 2 ഉള്ളൻ കൈകൾ, അതുപോലെ തന്നെ അവന്റെ നഗ്നമായ നെറ്റി, അവന്റെ 2 കാൽമുട്ടുകൾ, ഈ 7 സ്ഥലങ്ങൾ സുജൂദിൽ നിലത്ത് ഊന്നിയിരിക്കണം. ഈ ഭാഗങ്ങൾ ഭൂമിയിൽ ഊന്നിയാണ് സുജൂദ് ചെയ്യേണ്ടത്. അത് നെറ്റി നഗ്നമായി തന്നെ ഊന്നണം. കൈവിരൽ തുമ്പ് ഊന്നിയാൽ മതിയാകില്ല. അങ്ങനെ കൈയിന്റെ വിരലിന്റെ തുമ്പ് ഇങ്ങനെ, ചിലർ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ കാണാം, ഇങ്ങനെ കൈവെക്കും, പോരാ. വിരൽത്തുമ്പുകൾ ഊന്നിയാൽ പോരാ, കൈ ശരിക്കും പതിയണം. അതുപോലെ തന്നെ കൈയിന്റെ തെല്ല് അല്ലെങ്കിൽ ഇങ്ങനെ, ഇതൊന്നും ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, കൈയിന്റെ പള്ള തന്നെ ഊന്നണം. സുജൂദാണ് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാന കർമ്മം. അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. സുജൂദിന്റെ സമയത്താണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഇതിന് സാഷ്ടാംഗം എന്നാണ് നമ്മൾ പറയുന്നത്. തക്ബീർ ചൊല്ലി, അഥവാ നമ്മൾ ഇഴ്തിദാലിൽ നിന്നതിന് ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി എന്ന ദിക്ർ ചൊല്ലി, ആ ദിക്ർ ചൊല്ലിന് ശേഷം നേരെ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കാൽമുട്ടുകളാണ് ആദ്യം വെക്കേണ്ടത്. ആദ്യം കൈ കൊണ്ടുപോയി കുത്തുകയല്ല വേണ്ടത്. കൈ കൊണ്ടുപോയി കുത്തുന്നതിന് പകരം 2 കാൽമുട്ടുകൾ കൊണ്ടുപോയി ഭൂമിയിൽ വെക്കുക, പിന്നെ കൈകൾ വെക്കുക, അതിനുശേഷം നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക, പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് ഇങ്ങനെ പതിച്ചു വെക്കുക, ഇങ്ങനെയാണ് വെക്കേണ്ടത്. മുട്ടിൻകാലുകൾ 1 ചാൺ അകലത്തിൽ വിടർത്തി വെക്കല്. മുട്ടിൻകാല് വെക്കേണ്ടത് 1 ചാണെങ്കിലും അകലത്തിൽ വിടർത്തി വെക്കണം. അതുപോലെ തന്നെ മുഴങ്കൈകളെ ഭൂമി വിട്ട് ഉയർത്തി പിടിക്കുക.
മുഴങ്കൈ ഇത് ഭൂമി വിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇങ്ങനെ പതിച്ചു വെക്കുന്നതിന് പകരം സുജൂദിൽ കിടക്കുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗം, മുഴങ്കൈ ഭാഗം ഭൂമിയെ വിട്ട് ഉയർത്തിപ്പിടിക്കുക. വിരലുകൾ നിവർത്തിയും വിടർത്താതെയും, വിരലുകൾ നിവർത്തി എന്നാ വിടർത്താതെ, വിടർത്താതെ നിവർത്തി. മുൻകൈ കിബിലക്ക് അഭിമുഖമാക്കി, മുൻകൈ കിബിലക്ക് അഭിമുഖമാക്കി ചുമലുകളുടെ നേരെ ഭൂമിയിൽ വെക്കുക. കണ്ടോ? കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തുക. കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തുക. നാട്ടി നിർത്തുമ്പോൾ ഈ വിരലുകളുടെ പള്ള ഭൂമിയിൽ സ്പർശിക്കുക. അത് അനിവാര്യമാണ്. ഇന്ന് പലരും സുജൂദ് ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ചിലർ ഇത് ശ്രദ്ധിക്കാറില്ല. അധികം ആളുകൾക്കും അബദ്ധം പറ്റുന്ന ഒരു ഭാഗമാണ് സുജൂദിലെ കാലുകൾ. നിങ്ങളൊരു പള്ളിയിൽ കയറി നോക്കൂ. സുജൂദ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ ശ്രദ്ധിച്ചാലും കാൽവിരലുകളുടെ പള്ള ഭൂമിയിൽ ഊന്നുക എന്ന ആ നിബന്ധന, 7 സ്ഥലങ്ങൾ ഭൂമിയിൽ ഊന്നണമെന്ന് പറഞ്ഞതിൽ ഈ ഭാഗം ഊന്നാതെയുള്ള സുജൂദ് നിഷ്ഫലമാണെന്ന കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തൽ, അവയുടെ വിരലുകളെ കിബിലക്ക് മുന്നിടിക്കൽ. ഈ വിരലുകളെ കിബിലക്ക് മുന്നിടിക്കുക. ഇങ്ങനെ കുത്തുമ്പോൾ വിരൽ കിബിലക്ക് മുന്നിടും. അതൊരു സുന്നത്തേ ഉള്ളൂ. ഈ പള്ള തട്ടലാണ് പ്രധാനം. എന്നിവ സുജൂദിന്റെ പൂർണ്ണ രൂപവും സുന്നത്ത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങൾ സുജൂദിന്റെ പൂർണ്ണ രൂപവും അതിന്റെ സുന്നത്തുമാണ്. കാൽമുട്ടുകൾ ഒഴികെയുള്ളതിൽ, കാൽമുട്ടുകൾ സുജൂദിൽ വെക്കുന്ന 7 സ്ഥലങ്ങളിൽ കാൽമുട്ടുകൾ ഒഴികെയുള്ള ഭാഗത്ത് കൈ, കാല് എന്നിവയിൽ നിന്ന് നിലത്ത് വെക്കുന്ന ഭാഗം എന്നർത്ഥം. കൈ, കാല് എന്നിവയിൽ നിലത്ത് വെക്കുന്ന ഭാഗം, ആ ഭാഗത്ത് മറയില്ലാതിരിക്കൽ സുന്നത്താണ്. കാൽമുട്ടിൽ എന്തായാലും മറയുണ്ടാവും. കൈകൾ അതുപോലെ കാല്, അതിൽ മറയില്ലാതിരിക്കലാണ് സുന്നത്ത്. എന്നാൽ സോക്സ് ധരിച്ച് അതുപോലെ തന്നെ കയ്യിൽ എന്തെങ്കിലും ധരിച്ച് നമ്മൾ സുജൂദ് ചെയ്താലും ശരിയാകും. ഇല്ലാതിരിക്കൽ സുന്നത്താണ്. അതേസമയം നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധമാണ്. 7 സ്ഥലങ്ങളിൽ നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധം. കൈകളിലും കാലുകളെ ആ വിരലുകളിലും മറയില്ലാതിരിക്കൽ സുന്നത്ത്. മുട്ടിൽ മറയുണ്ടാവും. അത് ഔറത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും മറയില്ലാതെ വരില്ല. ഇനി പുരുഷന്മാരാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ വയറിനെ തുടകളിൽ ചേർക്കാതെ, വയറ് തുടയോട് അടുപ്പിച്ച് നിർത്താതെ പ്രത്യേകം അവൻ കൈകളെ പാർശ്വകളിൽ നിന്ന് അകറ്റിയാണ് വെക്കേണ്ടത്. കൈകളെ പാർശ്വകളിൽ നിന്ന് അല്പം അകറ്റി എന്ന് പറഞ്ഞാൽ ഈ കൈകളെ ഇങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്, കൈകളൊന്ന് അകറ്റി നിർത്തിയിട്ട്. അപ്പോൾ പുരുഷന്മാർ വയറിനെ തുടകളിൽ ചേർക്കാതെ കൈകളെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റിയുമാണ് വെക്കേണ്ടത്. സ്ത്രീകളാണെങ്കിലോ ഇതിന് നേരെ വിരുദ്ധമായി വയറിനെ തുടയോട് ചേർത്ത് കൈകളെ പാർശ്വങ്ങളോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾ ചേർത്ത് വെക്കണം, പുരുഷന്മാർ അകറ്റി വെക്കണം. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ, ഇതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ, ഇരുന്ന് നമസ്കരിക്കുന്നവനാണെങ്കിലും ഈ സുജൂദ് ചെയ്യാവുന്നതാണല്ലോ. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് 3 തവണ ചൊല്ലൽ സുന്നത്തുണ്ട്. സുജൂദിൽ കിടന്നുകൊണ്ട് 3 തവണ ഈ ദിക്ർ ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അത് 3 തവണ ചൊല്ലുക. ഇതോടുകൂടി നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർദ് നാം വ്യക്തമായി മനസ്സിലാക്കി. ഇനി 8ാമത്തെ ഫർദ്. നിസ്കാരത്തിന്റെ 8ാമത്തെ ഫർദ് 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തം നിർവഹിക്കലാണ്. ഇപ്പോൾ നാം ഒരു സുജൂദിലെത്തി, റുക്കൂഴ് കഴിഞ്ഞു, എഴുത്തിദാല് കഴിഞ്ഞ് സുജൂദിലെത്തി, സുജൂദിലെ ദിക്ർ 3 തവണ ചൊല്ലി. ഇനി അടുത്ത സുജൂദിന് മുമ്പായി ഒരു ഇരുത്തമുണ്ട്, എഴുന്നേറ്റിരിക്കൽ. ആ ഇരുത്തം, ഇതാണ് നിസ്കാരത്തിന്റെ 8ാമത്തെ ഫർദ്. ഇരുത്തത്തിനായി തല ഉയർത്തുമ്പോൾ ഈ ഇരുത്തമല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഒരു ഇടജന്തു പോകുന്നത് കണ്ട് പെട്ടെന്ന് തലപൊക്കി, അത് പറ്റില്ല. വീണ്ടും സുജൂദ് ചെയ്തതിന് ശേഷമാണ് ഈ കർമ്മം നിർവഹിക്കാൻ. സുജൂദിനിടയിലെ ഇരുത്തവും എഴുത്തിദാലും ദീർഘിപ്പിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ എഴുത്തിദാൽ ദീർഘിപ്പിക്കരുത് എന്നതുപോലെ സുജൂദിനിടയിലുള്ള ഈ ഇരുത്തവും ദീർഘിപ്പിക്കാൻ പാടില്ല. അത് ദൈർഘ്യം കുറച്ച് ചെയ്യേണ്ടതാണ്. 2 സുജൂദിന്റെ ഇടയിലും ആദ്യത്തെ അത്തഹിയാത്തിലും സഹ്വിന്റെ സുജൂദ് ചെയ്യാനുള്ളപ്പോൾ ഒടുവിലത്തെ അത്തഹിയാത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം, എന്താണ് തവറുക്കിന്റെ ഇരുത്തം? ഇങ്ങനെ 2 ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത്. അത് പിന്നീട് വിശദമായി പറയാം. അപ്പൊ 2 സുജൂദിന്റെ ഇടയിലുള്ള ആ ഇരുത്തത്തിൽ നാം ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇതെങ്ങനെയാണ്? ഇടത് കാൽപാദം ഭൂമിയിൽ പരത്തി വെച്ച്, ഇടത്തെ കാലിന്റെ പാദം ഭൂമിയിൽ പരത്തി വെക്കുക. ഇടതു കാൽപാദം ഭൂമിയിൽ പരത്തി വെച്ച് അതിന്മേൽ ഇരുന്ന് വലതുകാൽ നാട്ടി നിർത്തുന്ന രീതിയാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഈ ഇരുത്തത്തിൽ മുൻകൈകൾ 2 വിരലുകൾ നിവർത്തി അവയുടെ തലകൾ കാൽമുട്ടുകളോട് സമാന്തരമാകുന്ന വിധം മുട്ടിൻകാലുകളുടെ സമീപത്തായി തുടകളിലാണ് വെക്കേണ്ടത്. കൈകൾ ഇങ്ങനെ നിർത്തിപ്പിടിച്ച് വിരലുകൾ മുട്ടിനോട് സമാന്തരമാകുന്ന വിധത്തിൽ തുടകളിൽ ഇങ്ങനെ വെക്കണം. ആ ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം.
ഇടത് കാലിങ്ങനെ പരത്തി വെച്ച് അതിന്മേൽ ഇരുന്ന് വലത് കാലിങ്ങനെ നാട്ടി നിർത്തുക. ആ ഇരുത്തം ഇരുന്ന് ആ ഇരുത്തത്തിൽ അവൻ ചൊല്ലേണ്ടത് റബ്ബി ഉഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ ദിക്ർ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വേഗത്തിൽ ചൊല്ലണം. റബ്ബി ഉഫിർലി, പടച്ചവനെ എനിക്ക് നീ മാപ്പ് തരണേ തമ്പുരാനെ, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണേ, വജ്ബുർനി, എൻ്റെ വീഴ്ചകൾ നീ പരിഹരിക്കണേ, വർഫഅനി, എൻ്റെ പദവി നീ ഉയർത്തണേ, വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം നൽകണേ, വഹ്ദിനി, എന്നെ നീ സന്മാർഗിയാക്കണേ, വഅഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണേ. ഈ ദിക്ർ ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 1ാമത്തെ സുജൂദ് എങ്ങനെയാണോ ചെയ്തത് അതേ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതേ 7 അവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് അതേപോലെ തന്നെ 2ാമത്തെ സുജൂദ് കൂടി ചെയ്യുക.